കായിക വകുപ്പും കായിക സംഘടനകളും തമ്മിലുള്ള തർക്കം മുറുകുകയാണ്. കേരള ഒളിമ്പിക്സ് അസോസിയേഷനെതിരെ കൂടുതൽ രേഖകൾ കായിക വകുപ്പ് പുറത്തുവിട്ടു. കഴിഞ്ഞ 5 വർഷത്തിനിടെ 1.4 കോടി രൂപ സഹായം നൽകിയെന്നാണ് രേഖയിലുള്ളത്. സഹായം നൽകിയില്ലെന്ന ഒളിമ്പിക് അസോസിയേഷന്റെ വാദം തെറ്റെന്നും കായിക വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു. ദേശീയ ഗെയിംസ് പരിശീലനത്തിന് മാത്രം 38 ലക്ഷം രൂപ നൽകിയതും സർക്കാർ രേഖയിലുണ്ട്. അസോസിയേഷനുകൾ പണം വാങ്ങി പുട്ടടിച്ചെന്ന് മന്ത്രി കുറ്റപ്പെടുത്തിയതിന് പിന്നാലെയാണ് കണക്കുകൾ ഇപ്പോൾ പുറത്തുവരുന്നത്. ആദിൽ പാലോട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ഒളിമ്പിക് അസോസിയേഷനെതിരെ കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് പ്രതിരോധം തീർക്കുകയാണ് ഇപ്പോൾ സ്പോർട്സ് മന്ത്രി അബ്ദുൾ റഹ്മാൻ. പുട്ടടിച്ചു എന്നുള്ളതിന്റെ കണക്കുകളാണോ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്? ആദിൽ പാലോട്, സംസ്ഥാനത്തിന്റെ കായിക രംഗത്തെ ഒരു പ്രശ്നമായത് മാറുകയാണ്. ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നു എന്ന് പറയേണ്ടി വരും. കായിക സംഘടനകൾ പണം വാങ്ങി പുട്ടടിക്കുകയാണെന്ന് കായിക മന്ത്രി തന്നെ പറയുന്ന സാഹചര്യം. പുട്ടടിക്കാൻ തങ്ങൾക്ക് പണം കിട്ടുന്നില്ല എന്ന് സംഘടനാ നേതാക്കൾ പറയുന്നു. ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാറാണ് ചർച്ചകൾക്ക് തുടക്കമിട്ടത്. ഒരു സഹായവും തങ്ങൾക്ക് കായിക വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. ആരോപണത്തിനുള്ള മറുപടി കായിക വകുപ്പ് രേഖകളിലൂടെ നൽകുന്നു എന്നതാണ്. 5 വർഷത്തിനിടെ 1,40,00,000 രൂപ കായിക വകുപ്പ് ഒളിമ്പിക് അസോസിയേഷന് നൽകി എന്നുള്ളതാണ് ഈ രേഖയിൽ പറയുന്നത്. ഇത് സംബന്ധിച്ച രേഖകൾ പുറത്തുവിടുന്നു. 2021-2022 വർഷം 62 ലക്ഷം രൂപയാണ് ഒളിമ്പിക് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾക്കായി സാമ്പത്തിക സഹായം നൽകിയത്. ഈ വർഷം, ഈ നടപ്പ് വർഷം അനുവദിച്ചത് 25 ലക്ഷം രൂപയാണെന്നും സർക്കാർ പുറത്തുവിടുന്ന രേഖയിലുണ്ട്. സഹായം നൽകിയില്ലെന്ന ഒളിമ്പിക് അസോസിയേഷന്റെ വാദം തെറ്റാണെന്ന് ഈ രേഖകൾ തെളിയിക്കുന്നുവെന്ന് കായിക വകുപ്പ് അവകാശപ്പെടുന്നുണ്ട്. ദേശീയ ഗെയിംസ് പരിശീലനത്തിന് പണം നൽകിയില്ല എന്നും പറഞ്ഞിരുന്നു. ദേശീയ ഗെയിംസിന്റെ പരിശീലനത്തിന് ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ മാത്രം 38 ലക്ഷം രൂപയാണ് ഓരോ അസോസിയേഷനുകൾക്കും നൽകുന്നത്. ഇത് പലർക്കും ചിലപ്പോൾ ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം പല അസോസിയേഷനുകളാണ് ഈ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അവർക്ക് സർക്കാർ സഹായം നൽകുന്നു സ്പോർട്സ് കൗൺസിൽ വഴി. പക്ഷേ ആ പണം ഇവർ പുട്ടടിക്കുന്നു, അസോസിയേഷൻ നേതാക്കൾ പുട്ടടിക്കുന്നു എന്നുള്ളതാണ് കായിക മന്ത്രിയുടെ ആരോപണം. ആരോപണത്തിന് പിന്നാലെ ഇപ്പോൾ കൊടുത്ത പണത്തിൻ്റെ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ്. കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ കായിക ഭൂപടത്തിൽ കായിക മേഖലയിലെ നേട്ടങ്ങളുടെ പട്ടികയിൽ അതിന്റെ കണക്കാരും പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദേശീയ ഗെയിംസിൽ പിന്നാക്കം നിൽക്കുകയാണ് കേരളം. കേരളത്തിന്റെ പ്രകടനം വളരെ ദയനീയമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. 38 ലക്ഷം രൂപ പരിശീലനത്തിന് വേണ്ടി മാത്രം നൽകിയെന്നും സർക്കാർ രേഖയിലുണ്ട് എന്നാണ് ഇപ്പോൾ ആദിൽ പാലോടും ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഒളിമ്പിക് അസോസിയേഷനെതിരെ ശക്തമായ നിലപാടിലാണ് കേരളത്തിലെ സ്പോർട്സ് വകുപ്പ് മന്ത്രിയും വകുപ്പും ഇപ്പോൾ നിലവിൽ.